അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആ സ്റ്റെപ്സുകളൊക്കെ ഇതിൽ വരണം. ആ സോങ് ഒന്ന് പ്ലേ ചെയ്തേ. അങ്ങനെ വെച്ചാൽ മുദ്രകള് കട്ടി എണ്ണടി റാക്കമ്മ പല്ലാക്ക് ഞെരുപ്പ്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. കാര്യം മാർക്ക് ഇടാനിരിക്കുന്ന ജഡ്ജസ് എപ്പോഴും നോട്ട് ചെയ്യും അർത്ഥത്തിനനുസരിച്ചാണോ നമ്മൾ ഫ്ലോ ചെയ്യുന്നതെന്ന്. അപ്പൊ എണ്ണടി റാക്കമ്മ പല്ലാക്ക് ഞെരുപ്പ്. എണ്ണടി റാക്കമ്മ പല്ലാക്ക് അങ്ങനെ പറഞ്ഞ പല്ലടിക്കണം. പല്ലാക്ക് ഇങ്ങനെ വെക്കുക. ഇത് വല്ലാക്ക് ഞെറുക്ക്. ഒച്ച നമ്മൾ വേറെ എഫക്റ്റ് ഇടാം. പല്ലാക്ക് ഞെറുപ്പ് എണ്ണഞ്ചി കുലുങ്ക് അങ്ങനെ അർത്ഥങ്ങൾ പറഞ്ഞ ഡാൻസ് കളിക്കുമ്പോ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത് മതി. അപ്പൊ ഒന്നുകൂടെ പ്ലേ ചെയ്യും. എന്ത് റിസ്കാന്നറിയോ ഇതൊക്കെ പഠിപ്പിച്ചു വരുമ്പോ. അത് വരൂലട്ടോ മാഷേ. അത് ശ്രമിക്കണം. അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് തന്നെ മതി. ഇതൊരിടത്തും കാണാത്തൊരു വട്ടം കറങ്ങി വരുന്നു. ഇങ്ങോട്ട് വരാൻ എന്തോ അത്ര കാണാൻ. എങ്ങനെ ഇത് വലിയ കളിയൊന്നുമല്ല. ഇതിനേക്കാളും നല്ല കളിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കേ കിട്ടുള്ളൂ. ഓഡിയൻസ് അതേപോലെ ജഡ്ജസ് അവർ കാണുമ്പോൾ നമ്മൾ എണ്ണടി റാക്കമ്മ എല്ലാക്ക് ഞെറുപ്പ് എണ്ണഞ്ച് കുലുങ്ക് തടി ഇത്രയും ഫീൽ ചെയ്യണം അവർക്ക്. അപ്പൊ നമ്മള് ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് നിന്നിട്ട് ഇവിടെയാണ് നോക്കുന്നെങ്കിൽ പോലും ഇപ്പൊ ഇതാണ് ഓഡിയൻസ് എങ്കിൽ എണ്ണടി ഈ സൈഡ് കാണിക്കാവുള്ളൂ. ഇതെല്ലാം ഓക്കെ അല്ലേ? ഇത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഒന്നുകൂടെ പ്ലേ ചെയ്യും. ഇതിലെങ്കിലും ശരിയാക്കണം കേട്ടോ. ഇത് ഓക്കെ റെഡി. ആദ്യം തൊട്ടാ വരുള്ളൂ. കറങ്ങണേ ആദ്യമേ. കറങ്ങിക്കോളൂ. ഇത്ര സ്റ്റെപ്സ് റൊട്ടേറ്റിംഗ് ആണ്. കറങ്ങിയത് ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരാൻ. അതെ, ഞാൻ ചോദിച്ചോട്ടെ, നീ അവരെ കൂടാണ്? അവർക്ക് ഫ്ലാറ്റ് കിട്ടണമെന്നാണോ നീ പറയണേ? മനസ്സിലായി. ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെയല്ലേ നിക്കണേ. ഇപ്പൊ ഓഡിയൻസ് അവിടെ നിന്ന് വെക്കുക. എണ്ണടി റാക്കമ്മ ഇവിടെ നിക്കുക. അപ്പൊ എണ്ണടി റാക്കമ്മ കൈ ഇവിടെ പല്ലാക്ക്. ഈ മാഷില്ലേ, ഇവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കണം. എങ്ങനെ ഓടിക്കും? വഴിയുണ്ട്. നീ വാ. അവൻ്റെ ഒരു ഡാൻസും ഇങ്ങോട്ട് ഓടി. അതെ, ആ ഡാൻസ് മാഷിനെ ഓടിക്കണ്ടേ, അവന്റെ ഫ്ലാറ്റ് തകർക്കണ്ടേ. അതിന് ഇങ്ങോട്ട് വന്നേ. നീ അവിടെയാണ് പോകേണ്ടത്. ഇവിടെ കാര്യമുണ്ട്. എടി, ഞാനല്ല ഇതുകൊണ്ട് കൊല്ലാൻ പോണേ. ആരാരെ ഇതുകൊണ്ട് കൊല്ലാൻ പോണെന്ന് നിനക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. നീ വാ. അവിടെ തന്നെ ഓഡിയൻസിന് തന്നെ കൊടുക്കണം ഞെരുപ്പ്. അത് വരില്ല മാഷേ. എന്താ വന്നാല് വരണം. അതെല്ലാം കൂടെ കൂടിയല്ലോ ഫ്ലാറ്റ് കിട്ടണ്ടേ. വേണ്ടേ? ഇന്ന് ചെയ്യൂ. വേറെ സ്റ്റെപ്പ് മാറ്റി എടുത്താലോ? എന്താണ് എന്താ ക്ലീറ്റസേ? ഞാനിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന്. ഡിസ്റ്റർബൻസ് ആണിത്. സോറി. ഈ മൊന്തപ്പനെ കൊണ്ട് പറഞ്ഞു. അവര് പോയിട്ട് വിട്ടെ. അത്ര നേരം നമുക്ക് സ്റ്റെപ്സ് എന്തെങ്കിലും ചെയ്താലോ? അപ്പൊ ഞാൻ ഈ സ്റ്റെപ്സ് ചെയ്യാം. റാക്കമ്മ ഓക്കെ പ്ലേ ചെയ്യും. ഞാൻ പൂജ ഞാൻ നേരത്തെ ചെയ്തില്ല. ആദ്യം തൊട്ടാ മാഷേ. എന്നെ റാക്കമ്മ. അപ്പൊ നമ്മൾ കറങ്ങുന്നു. അതിനുശേഷം എന്റെ 1 man ഷോ. കണ്ടോ സ്റ്റെപ്പ് കണ്ടോ?
എന്നടി റാക്കമ്മ. ഒന്ന് ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നിന്റെ തലക്കെന്താ ഓളുണ്ടോ? ഞാൻ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണെന്ന്. അയ്യോ നീ മൈക്കിൾ ജാക്സൺ ആവാൻ പോലെ ഡാൻസ് കളിച്ചിട്ട്. അതെ ഈ സാധനം നിന്റെ ആണോടാ? അതെങ്ങനെ ഇവിടെ വന്ന്? അത് നടന്നിങ്ങ് വന്നടാ. എങ്ങനെ ഇവിടെ വന്നെന്ന്? ഇന്നലെ ഒരു ആക്രിക്കാരൻ എടുത്തോണ്ട് പോയതാ. ഞാൻ അവനെ ഒന്ന് പിടിച്ചു മേടിച്ചിട്ടാ. വേണമെങ്കിൽ എടുത്തോണ്ട് വെക്ക്. തങ്കം എന്നാ എടുത്തൊരു ഭാഗത്ത് വെച്ചാ പോരെ? ഞങ്ങൾ കട്ടെടുത്തു പറഞ്ഞിട്ടല്ലേ വേണമെങ്കിൽ അത് എടുത്തിട്ട് വേണം. എടുത്തടാ അത്. എന്താ? എടുക്ക്. മനസ്സിലാ വേണമെങ്കിൽ ഇറങ്ങി ഒന്ന് എടുത്തോണ്ട് പോ. നിന്റെ ആണെങ്കിൽ ക്ലീറ്റസ് അതിന് താന്ന്. സൗകര്യമല്ല. നീ ഇറങ്ങി ഒന്ന് എടുത്തോണ്ട് പോയാൽ മതി. ആ നീ ഇത് അതിന്റെ പേരിൽ ഇവിടെ ഇട്ടിട്ട് എന്നെ കള്ളനാക്കാം. അത് കണ്ട അവനെ ആസ്വദിക്കാമല്ലോ. അത്രയും കുറച്ച് ഒരു കമ്പിപ്പാർ ഇവിടെ കിടക്കണല്ലേ വിഷയം അല്ലേ? അതൊരു വലിയ വിഷയമാവും. എന്ത് വിഷയം? ഇത് മതി. പിന്നെ സ്വഭാവം വെച്ചത് അവളെ കാലില്. ഫു, ഇത് ഭയങ്കര കഷ്ടാട്ടോ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആളിറങ്ങിപ്പോയാൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അവസാനം പ്രൈസ് കിട്ടിയില്ല എന്നെ കുറ്റം പറയരുത്. ശരിയാ മാഷെ, ഇതാ പെങ്ങടെ ഭർത്താവാ. ഞങ്ങളുടെ ഫ്ലാറ്റ് കിട്ടുന്നതിന് അസൂയ അതാ. ആരായാലും എന്താ, ഇതൊന്നും നല്ലതല്ല. തന്നെയല്ല, ഞാൻ എന്തോരം പഠിപ്പിച്ചു കൊടുത്തിട്ടും ആളുടെ തലയ്ക്കകത്തൊന്നും കയറുന്നില്ല. എന്റെ മാഷെ രാത്രി മുഴുവൻ ഉറക്കളിച്ചിരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ഏട്ടന് താളം ഇല്ല, അതാ ഒരു കുഴപ്പം. ഒട്ടും താളയില്ല. പക്ഷെ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആ മറ്റേ സ്റ്റെപ്പില്ലേ, അതിന്റെ ഫിംഗറിങ് കറക്റ്റ് അല്ല. ആ ഞാൻ ആ കറങ്ങി ഇങ്ങനെ വന്ന് കൈ കാണിച്ചേ, ഇങ്ങനെ കൈ കാണിരൂ. ഇങ്ങനെ നമ്മൾ കറങ്ങി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റെപ്സ് ഇല്ലേ, അതിന്റെ ഈ ഫിംഗറിങ് അത് കറക്റ്റ് അല്ല. അത് ഫിംഗറിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ 5 വിരലാണല്ലോ, 5 തലങ്ങളിലായിരിക്കണം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്സുകളാണെങ്കിൽ നമുക്ക് നല്ല ഇത്. കൂത്തി കുടലെടുക്കാൻ വേണ്ടി എന്നെ ഒന്ന് ചെയ്യരുത്. ഞാൻ ഒരു ബാബാ നിൽക്കണമെന്നുണ്ട്, പക്ഷെ കമ്പിപ്പാർ സമ്മതിക്കുന്നില്ല. എന്തോന്നറിയാം അന്നേരം തോന്നുന്നതാ മാഷ്. ആരാ ഇല്ലടാ, നിനക്ക് കമ്പിപ്പാറ കുത്തിക്കയറ്റാൻ എന്നെ ശരീരം കിട്ടിയോളോ? പോടാ വലിയല്ല, പൊക്കോടാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലേ. അയാൾ കയറി തന്നെ പിടിക്കുകയും ചെയ്ത് കനകൻ അവനെ കൊല്ലാനും ഓടിച്ചു. അത്ര അത്യാവശ്യമായിരുന്നു അവന്. ഒന്നിട്ട് തന്നെ തിരിച്ചു വരണം. ഇങ്ങനെക്ക് ഇതെന്ത് പറ്റി? രമന്തി, ഇതെന്താണിത്? എന്തോന്നാണെന്ന് ആവോ Alien versus Alien.